ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഐ എന്ന സബ്ജക്റ്റ് വെച്ച് തുടങ്ങുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആക്കാം എന്നുള്ളതാണ്. ഐ എന്ന സബ്ജക്റ്റിൽ തുടങ്ങുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ആക്കാം എന്നുള്ളതാണ്. നെഗറ്റീവ് സെന്റൻസ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വെർബിന്റെ ING. എന്തൊക്കെയാണ്? സബ്ജക്റ്റും ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, ഇതിൽ ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വെർബും പ്ലസ് വെർബിന്റെ ING ഫോം. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ അല്ലെ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആറുമാണ് ഉപയോഗിക്കുക. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ്? ഹി, ഷി, ഇറ്റ് എന്നുള്ളതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റും. പ്ലൂറൽ സബ്ജക്റ്റ് ഏതാണ്? യു, ദേ, വി എന്നുള്ളതുമാണ്. പിന്നെന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ആം എന്നുള്ള ഹെൽപ്പിംഗ് വെർബ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഐ എന്ന സബ്ജക്റ്റിൽ തുടങ്ങുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിൽ നിന്ന് എങ്ങനെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിച്ചില്ലേ? എങ്ങനെയാണ്? ഐ ആം കുക്കിംഗ് ബിരിയാണി എന്നുള്ള ഒരു സെന്റൻസിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്? ആമിനെ ഐന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലെ? ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ ആം ഐ കുക്കിംഗ് ബിരിയാണി, ഐ ആം കുക്കിംഗ് ബിരിയാണി എന്ന് പറഞ്ഞ എന്തർത്ഥം? ഞാൻ ബിരിയാണി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആം ഐ കുക്കിംഗ് ബിരിയാണി എന്നായപ്പോഴോ ഞാൻ ബിരിയാണി പാചകം ചെയ്യുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാനും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഐ എന്ന സബ്ജക്റ്റിൽ തുടങ്ങുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണ് അല്ലെ? ഇവിടെ നോക്കൂ, ഐ ആം കുക്കിംഗ് ബിരിയാണി എന്നുള്ള ആ ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഐ ആം കുക്കിംഗ് ബിരിയാണി എന്നുള്ള ആ സെന്റൻസിൽ ആമിന്റെ അപ്പുറത്ത് നോട്ട് ചേർക്കുക. ഐ ആം നോട്ട് കുക്കിംഗ് ബിരിയാണി, ഞാൻ ബിരിയാണി പാചകം ചെയ്യുകയല്ല. ഐ ആം കുക്കിംഗ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഞാൻ ബിരിയാണി പാചകം ചെയ്യുകയാണ്. ഐ ആം നോട്ട് കുക്കിംഗ് ബിരിയാണി എന്ന് പറഞ്ഞാലോ ഞാൻ ബിരിയാണി പാചകം ചെയ്യുകയല്ല. എന്താ സംഭവിച്ചത്? ആ ഒരു സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കിയില്ലേ? എങ്ങനെയാണ് നെഗറ്റീവ് ആക്കിയത്? ആമിന്റെ അപ്പുറത്ത് നോട്ട് ചേർത്തു. ഐ ആം നോട്ട് കുക്കിംഗ് ബിരിയാണി. ഇനി അടുത്ത് നോക്കൂ, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെന്റൻസിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം? ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലോ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. ആ ഒരു സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കി. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കിയത്? ആമിന്റെ അപ്പുറത്ത് നോട്ട് ചേർത്തു. ഇനി അടുത്ത് നോക്കൂ, ഐ ആം വർക്കിംഗ്. ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം? ആമിന്റെ അപ്പുറത്ത് നോട്ട് ചേർക്കുക. ഐ ആം നോട്ട് വർക്കിംഗ്. ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം നോട്ട് വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല. എങ്ങനെ നെഗറ്റീവ് ആക്കിയത്? ആമിന്റെ അപ്പുറത്ത് നോട്ട് ചേർത്ത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയിട്ട് ആം എന്ന ഹെൽപ്പിംഗ് വെർബ് മാത്രമേ വരികയുള്ളൂ. ഈ ആമിനോട് കൂടി നോട്ട് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത്.